ഇലക്ഷന് മുമ്പ് എന്തൊക്കെ തള്ളായിരുന്നു. സതീശനെ കാണാനില്ലല്ലോ. എവിടെ പോയി? ആ ഇരിക്കും. ഇങ്ങോട്ട് വന്നത്. ആ നിങ്ങളിവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലേ? ഓ എടാ, എന്നാലും ഈ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടാടാ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ജനങ്ങൾക്ക് വിവരം വെച്ച് പോയി. എടാ ബിനു എന്തിയാടാ, അവനെ കണ്ടില്ലല്ലോ. ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് അവൻ ആപ്പാടെ വിഷമമായിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? പിന്നെ അവൻ അപ്പുറത്തെ പാട്ടിയുടെ കൊടിയും പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. റിസൾട്ട് അറിഞ്ഞപ്പോൾ മുങ്ങിയതാ. പിന്നെ ഞാൻ പറഞ്ഞ വഴിക്ക് കാണുന്നത്. അവനാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. അവനിൽ ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. കറക്റ്റ് സമയത്ത് അവനും കാല് മാറിയല്ലേ, കൊള്ളനായാലും. എല്ലാ തെണ്ടികളും കാല് മാറിയപ്പോൾ നീ മാത്രം മാറിയില്ലല്ലോ കൂട്ടാ. നന്നായി. നാട്ടുകാരെ പറ്റിച്ചൊന്നും സൂചിച്ച് ജീവിച്ചു വരുമായിരുന്നു. എന്തോ ചെയ്യാനാന്ന് പറയടാ. എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാ. അതെ, ഇങ്ങനെ പോയാൽ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കും? ഇനി വല്ല പണിക്കും പോകേണ്ടി വരുമോ? അതൊരു പേടിയുണ്ട് എനിക്ക്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എടാ 5 വർഷമല്ലേ, ഇതൊക്കെ നിസ്സാരമായിട്ട് ഷൂ എന്നൊക്കെ പോകുന്നേ. നമുക്ക് അടുത്ത വർഷം പിടിക്കാന്നേ. ആശാനിനി ജയിക്കുമെന്ന് തോന്നുന്നില്ല. ആശാനെ ആ ജയിച്ചവനെ നന്മയുടെ ഒരു വിളന്നില്ല. നാട്ടുകാർക്ക് പ്രയോജനമുള്ളതിനാ. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ടെന്നാ കാര്യം? വാ പോവാ. ഇനിയിപ്പോൾ എന്താണ് അടുത്ത പരിപാടി? ഒന്നും തീരുമാനിച്ചിട്ടില്ല. വീട് പട്ടിണിയാകാൻ പാടില്ലല്ലേ. ഇനി വല്ല പണിക്കും പോയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. മേലടങ്ങി പണിയെടുത്ത് ശീലമില്ല, എന്നാലും ഒരു മടി. എന്നാലും നമുക്ക് പോവാം. പിന്നെ എടാ നീ എൻ്റെ കൂടെ കാണിയല്ലേ ഇപ്പം? വെറുതെ അല്ല മലയാളി പൊളിയാണെന്ന് പറഞ്ഞത്. പണിയെടുക്കാൻ ആർക്കും കഴിയത്തില്ല. ഇനിയിപ്പം നാട്ടുകാരെ പോലെ വല്ല യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ട് വരുമോ?